ഹലോ ഗെയ്സ്, ഇന്ന് നമുക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാം. സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ നോട്ട്ബുക്കൊക്കെ ഉണ്ടാവില്ലേ? ഈ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ നല്ല പുതിയ നോട്ട്ബുക്കൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ച പഴയ നോട്ട്ബുക്കൊക്കെ ഉണ്ടാവില്ലേ, അതിൽ കുറച്ച് പേജസൊക്കെ ബാക്കിയായിട്ടുള്ള. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക, അതൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ പേപ്പർ കട്ടർ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പശ തേക്കുമ്പോൾ നന്നായിട്ട് ഒട്ടാനാണ്. ഇനി വേറൊരു A4 ഷീറ്റ് എടുക്കുക, അത് ഇതുപോലെ മടക്കുക, അതിലും ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ, കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അതിനുള്ള കവറാണ്. ഞാനൊരു വാട്ടർമെലൻ നോട്ട്ബുക്കാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടൊരു വാട്ടർമെലൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് വലിയ ക്ഷമയില്ലാത്തതുകൊണ്ട് അത് ഉണങ്ങാനൊന്നും എനിക്ക് വെയിറ്റ് ആക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല, പശ തേക്കുക, നേരത്തെ ഉണ്ടാക്കി വെച്ച ബുക്കും അതിലും പശ തേക്കുക, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഞാൻ നന്നായിട്ട് പശ തേക്കുന്നുണ്ട്, എന്നാലും ഇത് നല്ല വൃത്തിക്ക് നിൽക്കൂ. അങ്ങനെ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.